ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ജൂലി എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ജൂലി, യഥാർത്ഥ പേരല്ല. എനിക്ക് വയസ്സ് 27. വെറും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഡിഗ്രി മാത്രം പാസ്സായ ഒരു യുവതിയാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ അച്ഛൻ ബിസിനസ് ചെയ്ത് ഞങ്ങൾ ശരിക്കും പാപ്പരായി പോവുകയായിരുന്നു. ഞാനും സഹോദരനും അമ്മയും അടങ്ങുന്ന കുടുംബം പുലർത്താൻ എൻ്റെ പപ്പ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ തട്ടിമുട്ടി നീങ്ങി. എനിക്ക് വിവാഹ സ്വപ്നങ്ങളൊന്നുമില്ലായിരുന്നു. പ്രേമമോ മറ്റു കാര്യങ്ങളോ എനിക്ക് തോന്നിയിട്ടുമില്ല. ബുദ്ധിമുട്ടുകൾക്കിടയിൽ എനിക്ക് എങ്ങനെ തോന്നാനാണ് മാഡം? അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, വീട്ടിലേക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും പഠനം അവസാനിപ്പിച്ച് ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും കടകളിലെ ജോലിക്കാണെങ്കിൽ നീ പോകണ്ട, അല്ലാതെ എന്തെങ്കിലും സ്ഥാപനത്തിലൊക്കെ ജോലി കിട്ടുകയാണെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. അത് നടക്കുന്ന കാര്യമല്ലല്ലോ, ഏത് സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടാനാണ്. പക്ഷേ ഇടയ്ക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് 6 മാസം വെച്ച് ഇടയ്ക്ക് ജോലി കിട്ടും മാഡം. അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയി. ഇനി എവിടെങ്കിലും ഒരിടത്ത് പെർമനൻ്റായിട്ട് കയറണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഒരു കല്യാണാലോചന വന്നത്. അത് പള്ളിയിൽ വെച്ച് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സഹോദരന് വേണ്ടിയിട്ടായിരുന്നു. അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീടും അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് അവർ വീട്ടിലേക്ക് വന്നു മാഡം. ഞങ്ങൾ അവരെ കണ്ട് ഞെട്ടിപ്പോയി. വലിയ പണക്കാരായിട്ടുള്ള കുടുംബം, ബിസിനസ്സും മറ്റും, അവർക്ക് ഫേമസ് ആയിട്ടുള്ള പല ബാക്ക്ഗ്രൗണ്ടുകളും ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും അച്ഛനും ഒക്കെ ഞെട്ടിപ്പോയി. എന്തായാലും ആ കല്യാണം നടക്കില്ല. എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അവർ പുറകെ വന്നതാണ്. ഇത് മുന്നോട്ട് പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ആ ചെക്കന് എന്നെ ഒത്തിരി ഇഷ്ടമായി. അങ്ങേരെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും സൗന്ദര്യവും മോഡേണുമായുള്ള ഒരാളെ എനിക്ക് കിട്ടുമോ? ഒരിക്കലുമില്ല. സാധാരണ ഏതെങ്കിലും ഒരു കൂലിപ്പണിക്കാരൻ മറ്റോ എന്നെ കിട്ടും എന്ന് വിചാരിച്ച് എനിക്ക് തിരുവോണം ബമ്പർ ലോട്ടറി അടിച്ചതുപോലെയായി. വലിയ പണക്കാര്, സുന്ദരനായ ചെക്കൻ. ഒരിക്കലും ഒരു പെണ്ണും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യമാണ് എനിക്ക് വന്നത്. അവർക്ക് യാതൊരു ഡിമാൻഡുമില്ലായിരുന്നു മാഡം. അങ്ങനെയാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വിവാഹം കഴിയുന്നത്. ശരിക്കും സ്വർഗത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ പണം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നെ ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു നടന്നു. പിന്നെ എൻ്റെ വീട്ടിലേക്കും അത്യാവശ്യം ചെലവിനൊക്കെ കൊടുക്കും. എൻ്റെ ആങ്ങളയ്ക്ക് പഠിക്കാനുള്ള സഹായങ്ങളും പുള്ളി ചെയ്തു കൊടുത്തു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ മാലാഖയെ പോലെയായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവിന് നല്ല സൗന്ദര്യമുണ്ടെങ്കിലും മറ്റ് വിഷയങ്ങളിൽ വലിയ ആർത്തിയൊന്നുമില്ല. ഒരു മാസത്തിൽ ഒരു 4-5 തവണ അത്രയേ ഉള്ളൂ പുള്ളിക്ക് തോന്നിയാൽ മാത്രം. പക്ഷേ തോന്നിക്കഴിഞ്ഞാലില്ലേ ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന ആളാണ്. നല്ല രീതിയിൽ ഒരു സ്ത്രീ മോഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വകയിരുത്തിയ ഒരാളാണ് എൻ്റെ ഭർത്താവ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ അങ്ങേർ അടുത്തുണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ആണുങ്ങളെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയാതിരുന്നവളാണ് ഞാൻ. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനോടുള്ള മോഹം 1000 ഇരട്ടിയായി. ഓരോ നിമിഷവും ഭർത്താവ് എന്നിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ പറയാൻ എനിക്ക് പേടിയായിരുന്നു. പുള്ളി ബിസി ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പിടിച്ച് വീടിനകത്ത് വെക്കാൻ പറ്റുമോ? അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് തപസ്സിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അഗ്നി ആളിപ്പടരുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ചിലപ്പോൾ മാത്രമാണ് അഗ്നി ആളിപ്പടർന്നത്. അതിലെനിക്ക് ചെറിയ നിരാശയുണ്ട്. പക്ഷേ കത്തുമ്പോഴുള്ള ചൂട് എനിക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ അലറി വിളിക്കാറുണ്ട്. ഹസ്ബൻഡ് എന്നെ കളിയാക്കി ചിരിക്കാറുമുണ്ട്. എൻ്റെ ജീവിതം ധന്യമായിരുന്നു. പിന്നെ വീട്ടിൽ ആരുമില്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ പുള്ളി ചില ദിവസങ്ങളിൽ പുറകിൽ കൂടെ വരും, കള്ളനെ പോലെ. അന്ന് എനിക്ക് വല്ലാത്ത കോളായിരിക്കും. അടുക്കളയിൽ മിക്സി പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയും ശബ്ദവും അവിടെ പ്രതിധ്വനിക്കുമായിരുന്നു. അതും എനിക്ക് വീണ് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. കുട്ടികൾ ഇപ്പോഴേ വേണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവളുമായിട്ട് വല്ലപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സൊറ പറഞ്ഞിരിക്കാറുള്ളതാണ്. അവളും നല്ലൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവളുടെ ഭർത്താവ് അത്ര നല്ലവനല്ലെന്നാണ് അവൾ പറഞ്ഞത്. എനിക്ക് മുന്നേ അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. അവൾ എന്നോട് പാടാദുരിതങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ഇങ്ങനെയാണ്, ഇടയ്ക്ക് മാന്ദ്യമാണ്, ഇടയ്ക്ക് പുള്ളി അങ്ങ് ചൂട് പിടിക്കും, മഞ്ഞുമര ഉരുകി ഒലിക്കുന്ന പോലെ ഒരു പ്രവാഹമാണ് മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, നീ ഇങ്ങനെ ചുമ്മാ എന്നെ കൊതിപ്പിക്കാതെ ഓരോ കാര്യങ്ങൾ പറയാതിരിക്കും. നീ സുന്ദരിയായതുകൊണ്ട് ഇടയ്ക്കെങ്കിലും നിൻ്റെ ഭർത്താവിന് കെട്ടുവിട്ടു പോകുന്നു. ഇവിടെ അങ്ങനെയല്ല, എനിക്ക് വലിയ സൗന്ദര്യമൊന്നും കാണില്ല, അതുകൊണ്ടായിരിക്കും
അതുകൊണ്ടായിരിക്കും അങ്ങേർക്ക് എന്നെ ഒരു മൈൻഡ് ഇല്ലാത്തതും. ഒരു 2 ആഴ്ച പോലും അങ്ങേർക്ക് ആവേശമില്ലായിരുന്നടി എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ഞാൻ പറയും, ഓ നിൻ്റെ ഭർത്താവിനേക്കാൾ ഫാർ ബെറ്റർ ഞാനാണ് അടുക്കളയിൽ വെച്ച്. അപ്പോൾ അവൾ പറയും, കേൾക്കണ്ട, എനിക്കത് കേൾക്കുമ്പോൾ അസൂയാണ്. അടുക്കളയിൽ വെച്ചുള്ള നിൻ്റെ മിക്സിയുടെ കറക്കവും ശബ്ദവും പോപ്പോയൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. നിൻ്റെ ഭർത്താവിനെ പൊക്കി പറയാതിരിക്കും. അങ്ങനെ സുന്ദരനായതുകൊണ്ട് എനിക്കും അങ്ങ് അസൂയ വർദ്ധിക്കുന്നടി എന്നൊക്കെ പറയും. അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ ഇവളെ എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ തട്ടിയെടുക്കും. അത്രയ്ക്കൊരു കറക്ക കമ്പനിയും മോഹക്കാരിയുമാണ് അവൾ. ഭർത്താവിൽ നിന്ന് ഒന്നും കിട്ടാത്തൊരു സ്ത്രീയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. കാര്യം വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഉരുകി ഒലിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവളുടെ അവസ്ഥ എന്താകും? ഇങ്ങനെ ആയതും അവൾ പറഞ്ഞതുപോലെ അവളെ കാണാൻ കൊള്ളാത്തതൊന്നുമല്ല, അവളും അത്യാവശ്യം സുന്ദരി തന്നെയാണ്. ഇനി അങ്ങേർക്ക് വേറെ എന്തെങ്കിലും സെറ്റപ്പ് കാണുമായിരിക്കും. ദൈവമേ എൻ്റെ ഭർത്താവും കുറേ നാൾ കഴിയുമ്പോഴേക്കും ഇതുപോലെ എവിടെയെങ്കിലും വഴിതെറ്റി പോകുമോ? ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിലിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉടക്കുണ്ടാക്കും. ഭർത്താവ് ഞാനുമായിട്ടല്ല, എൻ്റെ കൂട്ടുകാരി ഞാനുമായിട്ട് എല്ലാം സുഖകരമായും സന്തോഷമായും പോയിരിക്കുന്ന അവസരങ്ങളാണ് മാഡം. അദ്ദേഹത്തിന് നല്ല വില കൂടിയ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. അതോടുകൂടി പുള്ളി ബെഡ് റിഡനായി. എനിക്ക് പുള്ളിയെ നോക്കാൻ മനസ്സുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്നാലും സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇങ്ങനെയായിപ്പോയല്ലോ. ഇതിനിടയ്ക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി പുച്ഛിച്ച പോലെ സംസാരിക്കുകയും ചെയ്തു. നീ ഭയങ്കര ഇളക്കക്കാരിയല്ലേ, അതിന് നിനക്ക് കിട്ടിയ ഒരു ചെറിയ കൊട്ടാണ് എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു മാഡം. അതോടുകൂടി എൻ്റെ മനസ്സ് ഡെസ്പായി. പതുക്കെ വീട്ടിലെ അന്തരീക്ഷം മാറി മറിയാൻ തുടങ്ങി. ബിസിനസ്സുകളൊക്കെ താറുമാറായി. വലിയൊരു വീട് മാത്രമുണ്ട്, പക്ഷേ അതിൽ ദാരിദ്ര്യം പിന്നെയും വരാൻ തുടങ്ങി. എവിടെ പോയാലും ഇങ്ങനെയാണോ എന്നോർത്ത് ശരിക്കും ഞാൻ ദുഃഖിച്ചു. വീട്ടിൽ അമ്മയും അച്ഛനുമൊക്കെ എന്നെ പഴിക്കുന്ന രീതിയിലേക്ക് വന്നു. നീ പോകുന്നിടത്ത് എന്താ മോളെ ഇങ്ങനൊരു പ്രശ്നം, നീ ഒരു രാശിയില്ലാത്തവളല്ലേ എന്നുള്ള രീതിയിലായി മാഡം. ശരിക്കും ഞാൻ തകർന്നു പോയി. ഭർത്താവിനോട് ഞാനിതൊന്നും കാണിക്കാറില്ല. എല്ലാം ഞാൻ മാനേജ് ചെയ്യും, ശുശ്രൂഷിക്കും. പക്ഷേ എത്രയുണ്ടായാലും ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ മനുഷ്യർ പിന്നെയും ഏറ്റവും ലോ ലെവലിലേക്ക് വന്നു പോകും മാഡം. അങ്ങനൊരു അവസ്ഥയാണ്. കഷ്ടിച്ച് ആഹാരം കഴിക്കാം, മരുന്ന് വാങ്ങാം, അതല്ലാതെ എക്സ്ട്രാ ക്യാഷ് എടുക്കാനില്ല. ഈ വീട്ടിൽ വളരെ വലിയ VIP വരെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരുമില്ല. ഞാനും അദ്ദേഹവും അമ്മായിമ്മയും മാത്രമായി മാഡം. എക്സ്ട്രാ പണത്തിന് വേണ്ടി ജോലി ചെയ്യണം. പക്ഷേ എങ്ങനെ, എവിടെ പോകും? ഭർത്താവ് വിളിച്ചിട്ടും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പണമുള്ളപ്പോൾ മാത്രമേ ആളുകളുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെയും എൻ്റെ കൂട്ടുകാരിയോട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അവൾ ഇത്തിരി അധികപ്പറ്റാണെങ്കിലും എന്നോട് പറഞ്ഞു, എടി എനിക്ക് ജോലിയുണ്ട്, എൻ്റെ കമ്പനിയിൽ ഇടയ്ക്ക് വേക്കൻസി വരാറുണ്ട്, നിനക്ക് ആ ജോലി വാങ്ങിച്ചു തരണമെന്നുണ്ട്. പക്ഷേ നിനക്ക് സെറ്റാകുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കൊരു ജോലിക്ക് അത്യാവശ്യമുണ്ട്, വീട്ടിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ പണം വേണ്ടേ? എടി അതല്ല, ഈ കമ്പനിയുടെ ഓണർ അങ്ങേർക്ക് 52 വയസ്സുണ്ട്, ഭാര്യയൊന്നുമില്ല, ഡൈവോഴ്സ്ഡാണ്. അയാൾ വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷേ നിന്നെപ്പോലൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ വെറുതെ വിടില്ല. അയാൾക്ക് ബെനിഫിറ്റുള്ള പെണ്ണുങ്ങളെ മാത്രമേ അയാളുടെ കമ്പനിയിൽ ജോലിക്കെടുക്കൂ. നല്ല സാലറി തരും. അതുമാത്രമല്ല വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നീ അങ്ങനെയാണോ അവിടെ കയറിയത്? അതെടി, എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് യാതൊരു കൺസിഡറേഷനും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളുടെ കമ്പനിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അയാൾ എന്നോട് പച്ചയ്ക്ക് ചോദിച്ചു, സഹകരണ മനോഭാവമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, സഹകരണ സംഘം തന്നെ തുടങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നവളാണ്. എൻ്റെ ഭർത്താവോ എനിക്ക് യാതൊരു സഹകരണവുമില്ല, അങ്ങേർ നിസ്സഹകരണമാണ്. അങ്ങനെയാകുമ്പോൾ സാർ എൻ്റെ കൺകണ്ട ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇവിടെ വെച്ച് ഈ അടച്ചുപൂട്ടിയ ക്യാബിനിൽ വെച്ച് നിനക്ക് ഒരു നൃത്യത്തിന് തയ്യാറാണോ എന്ന്. ആ സമയത്ത് ഞാൻ ഒന്നും നോക്കിയില്ല. ജോലിയും വേണം, പിന്നെ സൗന്ദര്യം ഉണ്ടയാൾക്ക്, പിന്നെ കരുത്തുണ്ട് അയാൾക്ക്. അങ്ങനെ ഒരാൾക്ക് 52 വയസ്സായാലും എന്താ മോളെ, കിട്ടേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാബിനാണോ ക്യൂബിനാണോ നോക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യമുള്ളവൾക്ക് നാണം പാടില്ലെന്നല്ലേ പഴഞ്ചൊല്ല്. അതുകൊണ്ട് ഞാൻ രാസകേളിക്ക് വൈകിയില്ല. പരിമിതമായ സ്ഥലമാണെങ്കിലും അവിടെ ഞാൻ സ്വർഗവാതിൽ കോട്ട തുറന്നു മോളെ. അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എവിടെ ചിന്തിക്കുന്നുവോ അവിടെ എനിക്ക് പല കാര്യങ്ങളും നടക്കണം. അതുകൊണ്ട് നീ അതിന് റെഡിയാണെങ്കിൽ നാളത്തെ
തന്നെ നിനക്ക് ജോയിൻ ചെയ്യാം, മാസം 30,000 രൂപ സാലറി എന്ന്. ഞാനത് കേട്ട് ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ. എനിക്ക് സാലറി വേണം, പിന്നെ സുന്ദരനായ മനുഷ്യനെ വേണം. ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ മോളെ. ഞാൻ സന്തോഷത്തോടു കൂടി ആ ജോലി സ്വീകരിച്ചു. അങ്ങേർക്ക് തോന്നുമ്പോൾ എന്നെ വിളിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, അങ്ങേർക്ക് പല സ്ത്രീകളോട്ട് ബന്ധമുണ്ട്. ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന പല സ്ത്രീകളും അയാളുടെ കസ്റ്റഡിയിൽ കൂടി കടന്നു വന്നതാണ്. നിനക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറയരുത്. നീ എല്ലാം സർവം സഹയായി സഹിച്ചു നിൽക്കുമെങ്കിൽ വന്നോളൂ, സന്തോഷം, ഒരു പ്രശ്നവുമില്ല. നിനക്കും 30,000-ൽ കൂടുതൽ സാലറി ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. 30,000 എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് വട്ടം കറങ്ങി. പോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഭർത്താവ് ഇങ്ങനെയാണ്, ഭർത്താവിനെ നോക്കണം, എക്സ്ട്രാ ക്യാഷ് വേണം, സ്ത്രീ സഹജമായ പല ആവശ്യങ്ങളും എനിക്കുണ്ട്. എന്തായാലും ഭർത്താവിനെ വീട്ടിലിട്ടിട്ട് വേറെന്തെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കുറ്റം പറയും. പക്ഷേ ജോലിക്ക് പോകുമ്പോൾ അവിടെ വെച്ച് രഹസ്യമായി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെന്ത് വിചാരിക്കാനാ? ഭർത്താവിനെ നോക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നവൾ എന്നല്ലേ വിചാരിക്കൂ. ഒരു കണക്കിന് അത്യാവശ്യം വരുമ്പോൾ ആ സമയത്ത് ശീലാതെ ചമഞ്ഞിട്ട് എന്താ മാഡം കാര്യം? കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കണം. അതുകൊണ്ട് ഭർത്താവിനെ നോക്കിക്കൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് ഇറങ്ങി ജോലി നേടാമെന്ന് ഞാൻ വിചാരിച്ചു. അവളോട് ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന്. അവൾ പറഞ്ഞു നീ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വാ, പുള്ളിയോട് ഞാൻ വീഡിയോ കോൾ വിളിച്ച് നിന്നെ ഒന്ന് കാണിച്ച് സംസാരിക്കാം. അടിമുടി അദ്ദേഹം നിന്നെ വീഡിയോ കോളിൽ കൂടി ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യൂ. കാര്യം അദ്ദേഹത്തിന് ഒത്തിരി കടമ്പകളുണ്ട്. ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കടക്കുന്നതും. നീ അങ്ങനെയാണോ ഈ കടന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്കങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ചെന്നപ്പോഴേ എല്ലാത്തിനും അങ്ങ് സമ്മതമല്ലേ, നീ അങ്ങനെയല്ലോ ശരിയാവത് ചമഞ്ഞിരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് അവളെന്നെ കുത്തി നവിച്ചു. അല്ലെങ്കിൽ അവളുടെ സ്വഭാവം അങ്ങനെയാണ്. ആവശ്യക്കാർ ഞാനല്ലേ. അങ്ങനെ ഒരു അവധി ദിവസം അവളുടെ വീട്ടിലേക്ക് പോയി. അവൾ ഫോൺ വിളിച്ചു. അവളുടെ ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു മുഖം സൂപ്പറാണ്, നീ ഒരു സുന്ദരി തന്നെ, നിനക്ക് എൻ്റെ ഓഫീസിൽ ഇപ്പം തന്നെ ജോലി നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. നീ ഇപ്പോൾ ഒരു മടിയുമില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് 35,000 രൂപയുടെ ഒരു ഓർഡർ തന്നെയാണ് ഞാൻ തരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അപ്പോയിൻമെൻ്റ് ഓർഡർ. അതിൽ നിനക്ക് മാസ സാലറി 35,000 രൂപയായിരിക്കും. എനിക്കൊരു നിമിഷം എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൾ അടുത്തിരിക്കുകയാണ്. അവൾ പറഞ്ഞു അതെ, പിന്നെ അവൾ ഇത്തിരി നാണക്കാരിയാണ്. നാണമൊക്കെ ഇപ്പോൾ പാടില്ല. ഞാൻ പറഞ്ഞത് അതേപോലെ കേൾക്കുന്ന ആൾക്കാരെയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ സഹായിക്കാം, സാറിന് നീ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമോളെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തന്നെയാണ് മാഡം എൻ്റെ നാണമെല്ലാം മാറ്റി അങ്ങേർക്ക് വീഡിയോയിൽ എന്നെ കാണിച്ചു കൊടുത്ത് ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചത്. അപ്പോഴേക്ക് അയാൾ പറഞ്ഞു മതി മതി, ഇപ്പോൾ തന്നെ നിങ്ങൾ രണ്ടുപേരും വണ്ടി എടുത്തിവിടെ വരണം എന്ന് പറഞ്ഞു. അവൾക്ക് സ്വന്തമായൊരു കാറുണ്ട്. അയാൾ വാങ്ങിക്കൊടുത്താണ് ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ലോൺ എടുത്ത് വാങ്ങിച്ചതാണെന്നാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഫുൾ പേയ്മെൻറ്റും ഇയാൾ കൊടുത്തതാണ്. അങ്ങനെ അവളുടെ കാറിലാണ് അയാളുടെ വീട്ടിലെത്തിയത്. എന്നെ കണ്ടപ്പോഴേക്കും അയാൾ ചാടി വന്ന് ഹഗ് ചെയ്തു. ആ സുന്ദരിക്കുട്ടി, ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒത്തിരി ഒത്തിരി മിടുക്കിയാണല്ലോ നീ. ഇതുവരെയും നിനക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു ഇല്ല ഉണ്ടായില്ലെന്ന്. ആ അതിൻ്റെതായ മെച്ചമെല്ലാം ഉണ്ട്, വാ രണ്ടുപേരും അകത്തെന്ന്. എന്നെ അയാൾ വളരെയധികം ശ്രദ്ധിക്കുന്ന കണ്ടപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരിക്ക് അസൂയായി. എന്താ സാറേ എന്നോടൊരു അടുപ്പമില്ലാത്തത്? അപ്പോഴേക്കും അയാൾ വന്ന് അവളെയും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്കാണെങ്കിൽ നീയല്ലേ ആദ്യം, നിനക്കാണ് 1ാം സ്ഥാനം, അത് കഴിഞ്ഞിട്ടേ വരുന്നവരുള്ളൂ. എന്നിട്ട് സാറിന് ഇപ്പോൾ എന്നെയല്ലോ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു നിന്നേക്കാളൊക്കെ എത്രയോ സൗന്ദര്യം കൂടുതലുണ്ട് ജോലിക്ക്. ജോലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാദക സുന്ദരിയാണ്. അവളുടെ ഒരു മുടിയുടെ അത്ര സൗന്ദര്യം പോലും നിനക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരുടെ മുഖം അങ്ങിരുണ്ടു. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്കവിടെ ഒരു രാജകുമാരിയുടെ ട്രീറ്റ്മെൻറ്റാണ് പുള്ളി തന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു, എനിക്ക് ജ്യൂസ് കൊണ്ടു തരുന്നു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുകയാണോ? ആ എങ്കിൽ ദേ അവിടെ ബാത്ടബ് ഉണ്ട്, മോള് പോയി നന്നായി നീരാടിയിട്ട് വാ, എല്ലാ ലക്ഷറി സൗകര്യങ്ങളോടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പോയി നീരാടി. സാറ് പറയുന്നതനുസരിച്ച് നിൽക്കണമെന്ന് അവൾ എനിക്ക് ആംഗ്യം കാണിച്ചു തന്നിരുന്നു. ഞാൻ പോയിട്ട് വന്നപ്പോഴുണ്ട് സാറിൻ്റെ മടിയിൽ കിടക്കുകയാണ് അവൾ. അവൾ ഏത് പ്രവൃത്തിയിലാണ് ഏർപ്പെടുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴേക്ക് സാറ് പറഞ്ഞു അതെ, അവൾ പ്രിലിമിനറി എക്സാമിന് വേണ്ടി എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ദേ എൻ്റെ ഫൈനൽ എക്സാം വന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങേർക്ക് വന്യമായ ചില സ്വഭാവങ്ങളായിരുന്നു. അയാൾ അവിടെ നിന്നെങ്ങും പോയില്ല. അവളാണെങ്കിൽ ഒരു സോഫയിലേക്ക് മാറിയിരുന്നു. എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും നോക്കുകയാണ്. അസൂയയുണ്ട്, പക്ഷെ അവൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവൾ
പ്രിലിമിനറി എക്സാം എഴുതി വെച്ചിട്ട് പോയ മേശയിലേക്ക് എനിക്ക് അമർന്നിരിക്കേണ്ടി വന്നു. സാറിൻ്റെ നിർബന്ധം കൊണ്ട് ഫൈനൽ എക്സാം വേണ്ടിയിട്ട് താളാത്മകമായി ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ നല്ല പരിഭ്രമമുണ്ട്. ഇങ്ങനെയുള്ള പരീക്ഷയൊന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ഭർത്താവും ഞാനും തമ്മിലുള്ള പരീക്ഷകൾ മറ്റു രീതിയിലായിരുന്നു. എൻ്റെ മുഖഭാവം കണ്ട് അവൾക്ക് ചിരി വരുന്നുണ്ട്, അസൂയമുണ്ട്. അവൾ എന്നോട് പറഞ്ഞു, മോളെ, നിൻ്റെയും എൻ്റെയും ഭർത്താവിനെ ഒന്നും വെച്ച് അദ്ദേഹത്തെ താരതമ്യം ചെയ്യരുത്. സാറ് കാടും മേടും വിട്ടിറങ്ങിയ അരിക്കൊമ്പനാണ്. അത് നിനക്കിപ്പോൾ മനസ്സിലാകും. നിൻ്റെ കണ്ണുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടുകൾ നീ തരണം ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ വനമേഖല വിശാലമാകും മോളെ. ഇത്രയും നാൾ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം സാർ തിരിച്ചു തരുമെന്ന് നീ വിചാരിച്ചോളൂ. മടിയൊന്നും വേണ്ട. ഞാനിവിടെ ഒരു കാഴ്ചക്കാരിയല്ല, നിൻ്റെ ടീച്ചറാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവളുടെ നിർദ്ദേശങ്ങൾ സാറിനും ഇഷ്ടപ്പെട്ടു. അതനുസരിച്ച് ഞാൻ എണ്ണയിട്ട ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് സാറ് പറഞ്ഞു, എന്താ മോളെ നീ അവിടെ ഇരിക്കുന്നത്, നീ വന്ന് ജോയിൻ ചെയ്യൂ. വേണ്ട സാറേ, എന്നെക്കാൾ ഒത്തിരി സുന്ദരിയല്ലേ അവൾ എന്ന് പറഞ്ഞ് അവൾ പരിഭവിച്ചു. ചുമ്മാ കളിയാക്കാതടി കൊച്ചു കള്ളി. സൗന്ദര്യം ജോലിക്ക് വളരെ കൂടുതലാണ് എന്ന് വെച്ച് നിന്റെ മിടുക്ക് വേറെ പല തലത്തിലുമല്ലേ. ഇങ്ങോട്ട് വാടി, ജോയിൻ ചെയ്യൂ. മുക്കോണവും ത്രികോണവും കൂടിക്കഴിഞ്ഞാൽ ഊലല്ലാന്ന് നീ കേട്ടിട്ടില്ലേ മോളെ എന്ന് സാറ് ചോദിച്ചപ്പോഴേക്കും അവൾ പരിഭവത്തിൽ കൊഞ്ചി, എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ആഹാ, ആദ്യം തന്നെ എല്ലാ അടവുകളും എടുത്ത് എനിക്കിപ്പോൾ ഒന്നും അറിയില്ലെന്നോ, വാടി ഇങ്ങോട്ട് സാറ് പറഞ്ഞപ്പോഴേക്കും അവൾ എല്ലാം മറന്ന് സാറിൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു. അത് കഴിഞ്ഞ ശേഷം അവൾ കൂടെ ചേരുകയായിരുന്നു. അവൾ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എന്നെയും മാനേജ് ചെയ്യാൻ പറ്റി. കാര്യം എൻ്റെ പരിഭവങ്ങളും പരാതികളും ഒക്കെ ഒരു പരിധിവരെ അവൾക്കും ലഘൂകരിക്കാനായി. അവൾ എന്നെ കൂടുതൽ ഉന്മത്തയാക്കി എന്ന് പറയാം. അവൾ ഒരു ഭൂലോകം ഇടിക്കുകയാണ്. സൗന്ദര്യത്തിൽ ഞാൻ ചിലപ്പോൾ മുന്നിലായിരിക്കാം, എങ്കിലും അവളുടെ മനസ്സൗന്ദര്യത്തിനും അവളുടെ കാര്യസിദ്ധിക്കും കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചുമ്മാതല്ല, ഇത്രയും പെണ്ണുങ്ങളുള്ളപ്പോൾ സാർ അവളെ പ്രഥമ പട്ടമഹിഷിയായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇടുക്കി, അവൾ മൂലം എനിക്കുമുണ്ടാകും സ്വർഗം എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാനന്നവിടെ പെരുമാറിയത്. അവളുടെ നാണമില്ലായ്മ എൻ്റെ നാണവും മാറ്റി. അന്നത്തെ ആ ഒരു ബൃഹത്തായ സംരംഭം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി ഇറങ്ങി വന്ന പിറ്റേ ദിവസം എനിക്ക് കിട്ടി 35,000 രൂപ സാലറി ഉള്ളൊരു ജോലി. മതിമറന്ന് ഞാൻ തുള്ളിച്ചാടി. ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന്. അദ്ദേഹത്തിന് സന്തോഷമായി. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കണമെന്നൊന്നുമില്ല. അദ്ദേഹത്തെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓഫീസിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അദ്ദേഹം ആഴ്ചയിൽ 1 2 വട്ടവും മാത്രമായിരിക്കും എനിക്കൊരവസരം തരുന്നത്. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരിയും കൂടെ കാണും. അവൾക്ക് ഇത്തിരി അസൂയുണ്ടെങ്കിലും എന്നേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് അവൾക്കല്ലേ. അതുകൊണ്ട് അവളൊക്കെ സഹിക്കും. ഇടയ്ക്ക് കുത്തുവാക്ക് പറയും. എന്നാലും ഞാനൊന്ന് പറയാൻ പോകില്ല, എന്നെ ആപത്തിൽ സഹായിച്ചവളല്ലേ. മാഡം, ഈ അടുത്ത കാലത്ത് ഒരക്കടി പറ്റി. എൻ്റെ ഡേറ്റ് അങ്ങ് തെറ്റി. ഇതിലെ ഏറ്റവും വലിയ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് ഇത്രയും ബന്ധമുണ്ടല്ലോ. ഒരു രീതിയിലും സുരക്ഷയോർത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഒരു സ്ത്രീകൾക്ക് പോലും ഒരബദ്ധവും സംഭവിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കൗണ്ടില്ലത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അദ്ദേഹവുമായി കൂട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും ഇത്രയും നാൾ സേഫാണ്. എല്ലാവരുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധങ്ങളുമുണ്ട്. ഒരാൾക്ക് പോലും ഒരബദ്ധവും പറ്റിയിട്ടില്ല. എനിക്ക് മാത്രമാണ് മിറക്കിൾ പോലെ അബദ്ധം പറ്റിയത്. അതറിഞ്ഞ് എൻ്റെ കൂട്ടുകാരിയടക്കം അദ്ദേഹമടക്കം എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ മതിയായ എല്ലാ സംഖ്യകളുമുള്ളൊരവസ്ഥയിലാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി. അപ്പോൾ പുള്ളി എന്നോട് ഒത്തിരി ക്ഷമ ചോദിച്ചു. ഇനി ഞാൻ സുരക്ഷിതമായി മുന്നോട്ട് പോകാം, ഇത് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഒഴിവാക്കി തന്നു. അതിനെനിക്ക് 3 ലക്ഷം രൂപ അദ്ദേഹം തന്നു മാഡം. പക്ഷേ എന്നാലും ഞാൻ അതിൻ്റെ പേരിൽ ശാരീരികവും മാനസികവുമായ ഒത്തിരി പ്രോസസ്സിൽ കൂടി കടന്നു പോയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കുറച്ച് കുറ്റബോധം തോന്നുന്നു. പറ്റിപ്പോയി. ഇപ്പോഴും ഞാൻ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കാരുണ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനം. എന്നാലും കുറച്ച് നാൾ കഴിഞ്ഞ് മതി കുട്ടികളെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹണിമൂണിൽ കൂടി കടന്നുപോയി. നല്ല സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. അവസാനം ഇങ്ങനെ വന്ന് മറ്റൊരാളിൽ നിന്ന് ഇത് സംഭവിച്ചില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ്. മാഡത്തിന് എൻ്റെ ജീവിതകഥ കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്ത് തോന്നിയാലും തോന്നിയില്ലെങ്കിലും ഇതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കാര്യം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പല വഴികളും
മനുഷ്യർ നോക്കാറുണ്ട്. അതിൽ നല്ലതും കാണും ചീത്തയും കാണും. എന്തായാലും ഭർത്താവ് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്കിപ്പോൾ വേറെ റെമഡി ഒന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ കിടന്ന് ചാരിത്രം പ്രസംഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തരാൻ പറ്റുമോ? ഇല്ല. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ ചെയ്തു. അത് ഈ സിറ്റുവേഷനിൽ ഭയങ്കര കുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം കാശിൻ്റെ അത്യാവശ്യം ഓർത്തിട്ടായിരിക്കാം നിങ്ങൾ ആ ഒരു വഴിക്ക് പോയത്. ഒന്നാമത് ജീവിതം കുളമായിരിക്കുകയാണ്. ആ സമയത്ത് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പോയി എന്നുള്ള രീതിയിൽ ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ന്യായീകരിക്കാം. പണമെന്ന് പറയുന്നത് ആരും നമുക്ക് കൊണ്ടു തരില്ല. ചിലപ്പോൾ അധ്വാനിച്ചാൽ കിട്ടുമായിരിക്കാം. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പണം കിട്ടി. ആരെയും നമുക്ക് ചില സിറ്റുവേഷൻ കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് നല്ല കുറ്റവും പറയാം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഇപ്പം നമ്മൾ പറയണം അത്യാവശ്യം പണമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ പറയുന്നുണ്ട് ലോട്ടറി എടുക്കുന്നു. അവൻ്റെ കയ്യിലിരിക്കുകയാണ് ലോട്ടറി. അവനാണ് ലോട്ടറിയുടെ നമ്പർ ഉരുട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പലരും പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ നല്ലവരായി നിൽക്കാൻ പറ്റിയില്ല എന്നിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയത് അങ്ങനെയാണ്. അതിനെ ഇനി ന്യായീകരിക്കുകയല്ല. പക്ഷേ സിറ്റുവേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി. ശരിയാണ്, ഇതൊന്നും ധാർമ്മികമായി ശരിയല്ല എങ്കിൽ കൂടിയും ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതനുസരിച്ച് രഹസ്യമായിട്ടാണെങ്കിലും അത് മാനേജ് ചെയ്ത് കുറ്റബോധമില്ലാതെ പെരുമാറി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യുകയുള്ളൂ. നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കാൻ ഇതൊരു നല്ല വഴിയല്ലല്ലോ. തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി എന്ന് പറയുമ്പോഴേക്കും ഇത്തിരി വളഞ്ഞ വഴിയാണ്. അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുകൾ കാണും. അതിനെ പർവ്വതീകരിച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ട്രിക്കുകളും അല്ലെങ്കിൽ വളഞ്ഞ വഴികളും ഒക്കെ സ്വീകരിക്കുന്നവർക്ക് ഒരു സ്റ്റേബിൾ മൈൻഡ് ഉള്ളതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എപ്പോഴും ഡിസ്റ്റർബൻസ് ആയിരിക്കും. തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തുനിഞ്ഞിറങ്ങിയ മനസ്സ് വേണം. അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന മനസ്സുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കോ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നല്ല രീതിയിലേക്ക് മാറുക, ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല എനിക്ക് പണം സമ്പാദിക്കണം, ലക്ഷ്യം നേടിയെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ കുറ്റബോധം പാടില്ല. അല്ലാത്ത രീതിയിൽ ഒന്നിനെയും വകവയ്ക്കാതെ മുന്നേറുക. ഇത് നല്ലൊരു ഉപദേശമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചില സമയത്ത് ജീവിതം വളരെ രഹസ്യമായി പല കുത്സിതങ്ങളും മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കത്രേ പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് ഓരോ മനുഷ്യരും അകപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതിൽ നിന്നുകൊണ്ട് ബുദ്ധിപരമായിട്ട് മാനേജ് ചെയ്യുക.